Okay, children, now let us discuss about the fifth generation computer. And this generation computer, in the fifth generation computer, it was designing with the artificial intelligence. What do you mean artificial intelligence? എന്താണ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിന് മനുഷ്യരെ പോലെയുള്ള കഴിവുകൾ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? It is more reliable, it works faster, easily portable, and it in different sizes. It have many different features, and it in affordable prices also. Okay, നമ്മുടെ വിലയിൽ ഒതുങ്ങിയിട്ട് നമ്മുടെ എല്ലാ മേഖലകളിലേക്കും കമ്പ്യൂട്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് വർക്കിംഗ് കണ്ടീഷൻസൊക്കെ നടത്തുന്ന രീതിയിലാണ് നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ കാണുന്നത്. Okay, my dear children, please listen to our textbook, Fifth Generation, Present and Future. From 1986 onwards, എന്ന് തന്നെ പറയാം, നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു. ഓക്കെ, ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വെർ ഇൻ ഡിസൈനിങ് മോഡ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി. അന്നു മുതലേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ആരംഭം. ഇപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സും കുറേ ഓട്ടോമാറ്റിക്കൽ വർക്കാണ് നമുക്ക് കുറേ കാര്യങ്ങളിൽ നടക്കുന്നത് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ മേഖലകളിലാണെങ്കിലും കുറേ ട്രീറ്റ്മെൻറ്റ്സും പിന്നെ സർജറീസും ഒക്കെ നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ കമ്പ്യൂട്ടേഴ്സും റോബോട്ട്സും ചെയ്യുന്ന അവസരമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു കാർ ഓടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരെങ്ങനെ ഓടിക്കുന്നു അതിൻ്റെ എല്ലാവിധ മേഖലകളും പഠിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഓടിക്കാനുള്ള കഴിവ് ഇപ്പോൾ ആർക്കുണ്ട്? കമ്പ്യൂട്ടേഴ്സിനുണ്ട് അല്ലേ? കമ്പ്യൂട്ടേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നമുക്ക് മെക്കാനിക്കൽ പാർട്സും അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ് അല്ലേ? ഇപ്പോൾ നമ്മൾ TV, റെഫ്രിജറേറ്റർ, ദെൻ സ്മോൾ ഡിജിറ്റൽ വാച്ചസ്, മൊബൈൽ ഫോൺസ് എല്ലാം ഇന്ന് ആർട്ടിഫിഷ്യൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മനുഷ്യരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ് ഓരോന്നിലും ഫിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ആ കമ്പ്യൂട്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മുടെ പ്രസൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്തു പോകുന്നത്. ഫ്യൂച്ചറിലാണെങ്കിലും ഇനി ഇതിനേക്കാളും ടെക്നോളജീസാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഫോണിലൂടെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് എത്ര എളുപ്പത്തിൽ അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നു അല്ലേ? അപ്പോൾ നമ്മളെ ഫേസ് ലോക്കാണ്, ഇപ്പോൾ കുറേ ഫോണുകളൊക്കെ കാണാം നിങ്ങൾക്ക്. പിന്നെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ലോക്കുണ്ട്. അതൊക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസ് റെക്കഗ്നേഷൻ ഓൾസോ അല്ലേ? നമ്മൾ വോയിസ് ഇട്ടുകൊണ്ട് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്യാറുണ്ട്. അതൊക്കെ എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ആർട്ടിഫിഷ്യൽ ടെക്നോളജി. ഓക്കെ, ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വെർ ഇൻ ഡിസൈനിങ് മോഡ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി. The major applications will feature in these computers are voice reorganization techniques and parallel processing techniques. അതെ, നമ്മുടെ വോയിസൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുള്ള, അതായത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് സ്വയം അറിയാവുന്ന ഡിവൈസസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ നമ്മളെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ടാബിലാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ആപ്ലിക്കേഷൻസും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്ത് ദിവസം കഴിയുന്തോറും ഒരുപാട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോസ് മേ ബി യൂസ്ഫുൾ ടു ദ നാനോ ടെക്നോളജി, ക്വാണ്ടം ടെക്നോളജി ആൻഡ് എക്സെട്ര അല്ലേ? കൊച്ചു കാര്യങ്ങളിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് നമ്മുടെ ഡിവൈസസൊക്കെ, നാനോ ടൈപ്പായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ ടെക്നോളജി. നമ്മുടെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് തന്നെയാണത്. നമ്മൾ പണ്ട് മുതൽ ഒരു റൂം ഫുള്ള്, ഇപ്പം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഇറ്റ് ഈസ് വെരി ബിഗ് ഇൻ സൈസ് അല്ല? ഇറ്റ് വാസ് വെരി ബിഗ് ഇൻ സൈസ്, വലിയ സൈസിലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ശരിക്കും മൊബൈൽ ഫോൺ ഒരു കമ്പ്യൂട്ടർ ടെക്നോളജി തന്നെയാണ്. വെറും നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന സൈസിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാൽക്കുലേഷനും ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം നമ്മുടെ കഴിവനുസരിച്ചിട്ട് ചെയ്യാൻ നമ്മുടെ കൈൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന നാനോ ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? Okay,
Fifth generation computing devices offer self-learning and self-organization features to the users. അതെ, നമ്മൾ യൂസേഴ്സിന് എന്താണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടിംഗ് നൽകിയത്? സ്വന്തമായിട്ട് നമുക്ക് തന്നെ ലേണിംഗ് ചെയ്യാം, പഠിക്കാം അല്ലേ? ഒരാളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഇന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവ് എന്തിലൂടെ കിട്ടുന്നുണ്ട്? ബൈ യൂസിങ് ദിസ് നാനോ ടെക്നോളജി. ദാറ്റ് ഈസ് ദ സെൽഫ് ഓർഗനൈസേഷൻ ഫീച്ചേഴ്സ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതൊക്കെ നമുക്ക് നേടിയെടുക്കാനും അതെങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചെടുക്കാനും ഒക്കെ നമ്മുടെ ഇന്നത്തെ ടെക്നോളജി സഹായിക്കുന്നു. നിങ്ങൾക്ക് ഒന്നാലോചിച്ചാൽ മതി, നമ്മൾ മൊബൈൽ ഫോണിലൂടെ നിങ്ങളെ മറ്റൊരാൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പോലും നിങ്ങളൊന്ന് ശ്രമിച്ചാൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനേയും കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം, അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താണോ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് നമുക്ക് കാണിച്ചു തരും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ ആർട്ടിഫിഷ്യൽ ടെക്നോളജി ഇൻ ദ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. Okay, now we may read it once again. Fifth generation, present and future. Fifth generation computers were in designing mode with artificial intelligence technology. The major applications will feature in these computers are voice reorganization techniques and parallel processing techniques. Those may be useful to the nanotechnology, quantum technology and etc. Fifth generation computing devices offer self-learning and self-organization features to the users. നമ്മൾ ഈ പാരഗ്രാഫിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് നമുക്ക് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ കാണുന്നത്. ദാറ്റ് ഈസ് ദ വോയിസ് റീഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു വോയിസ് റീഓർഗനൈസേഷൻ, നമ്മുടെ വോയിസൊക്കെ കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ നൽകുന്നത് അല്ലേ. പിന്നെ പാരലൽ പ്രോസസ്സിങ്, ഒന്നിലധികം മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള വർക്കിംഗ് ആണ് എന്ന് നമുക്ക് കാണാവുന്നത് നമ്മുടെ മെഷീൻസിലെല്ലാം. പിന്നീട് വരുന്നു നാനോ ടെക്നോളജി. ഏറ്റവും ചെറിയ സ്മോൾ സൈസിൽ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡിവൈസൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് കാണാം ഏറ്റവും ചെറിയ മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തുകൊണ്ടും അതിൻ്റെ മെഷീൻസിൻ്റെ സൈസ് ചെറുതാക്കിക്കൊണ്ടും അതിൻ്റെ വർക്ക്സ് അതിൻ്റേതായ ഫീച്ചേഴ്സിൽ നമുക്ക് നടന്നു പോകുന്നുണ്ട്. Then quantum technology you may study from the physics in the higher classes. All of you please read your textbook very well and study the second chapter completely.